ആ ഭൂമിയുടെ പുറത്ത് വെച്ച് ചെയ്ത പ്രവർത്തനങ്ങളാണ് എന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഭൂമി ശക്തമായി വിറക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. വീണ്ടും കാണാം പരിശുദ്ധ ഖുർആനിൽ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ. ഭൂമി ശക്തമായെന്ന് വിറപ്പിക്കപ്പെട്ടാൽ, ഭൂമി അതിന്റെ വിറക്കലെന്ന് വിറച്ചാൽ എന്ന് മാത്രമല്ല, പർവ്വതങ്ങളോ വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ പിഴുതെടുത്ത് അത് കൂട്ടിയിടിച്ചെന്ന് തകിടുപൊടിയായാൽ എങ്ങനെയുണ്ടാവും? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തമറു മർറസ്സഹാബ്. സൂറത്തുൻ നംൽ. വതറൽ ജിബാല, വലിയ മലകളെ നീ കാണുമ്പോ തഹ്സബുഹാ, നിനക്ക് തോന്നുന്നുണ്ട്, ജാമിദത്തൻ, അത് അവിടെ ഉറച്ചു നിൽക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. ബാണാസുര മല കാണുമ്പോ, പശ്ചിമഘട്ടം കാണുമ്പോ, ഹിമാലയം കാണുമ്പോ തഹ്സബുഹാ, നിനക്ക് തോന്നുന്നുണ്ടല്ലോ, ജാമിദത്തൻ, അതവിടെ ഉറച്ച് പാറ പോലെ നിൽക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ. വഹിയ തമുറു മർറസ്സഹാബ്, കാർമേഘം ആകാശത്തൂടെ നീങ്ങിപ്പോകുന്നത് നീ കണ്ടിട്ടില്ലേ? അതേപോലെ ആ പർവ്വതങ്ങൾ നീങ്ങിക്കളിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആകാശലോകത്തൂടെ പർവ്വതങ്ങൾ പാറിക്കളിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇന്നത്തെ ദിവസം വതകൂനുൽ ജിബാലു, വലിയ വലിയ പർവ്വതങ്ങളായി തീരും. കൽ ഇഹ്നിൽ മൻഫൂഷ്, കൽ ഇഹ്നിൽ മൻഫൂഷ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? കടഞ്ഞെടുത്ത പഞ്ഞി, കിടക്കയിൽ നിറക്കാൻ വേണ്ടി പറിച്ചെടുത്ത ഉന്നം പൊട്ടിച്ച് അതിലുള്ള ആ പഞ്ഞി കടഞ്ഞെടുത്താൽ, അത് ഊതിയാൽ പറന്നു പോകുന്ന പഞ്ഞി പോലെ പർവ്വതങ്ങൾ തകിടുപൊടിയായി പാറിക്കളിക്കുന്ന പഞ്ഞി പോലെയായി തീരുമെന്ന് പരിശുദ്ധ ഖുർആൻ. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. ഈ ആയത്തൊക്കെ അർത്ഥമറിഞ്ഞ് ഓതുമ്പോ ആരുടെ കണ്ണാ നനയാതിരിക്കുക, ആരുടെ കൽബാണ് പതറാതിരിക്കുക? പർവ്വതത്തിന്റെ അവസ്ഥ അതാണ്. ഇന്ന് ആകാശത്തിന്റെ കഥയോ? ആകാശത്തിന്റെ കഥ ഖുർആൻ പറയട്ടെ. യൗമ തമൂറു സമാഉ മൗറാ, ആകാശമാടിക്കളിക്കുന്ന ദിവസം. ആകാശമാടിക്കളിക്കുന്ന ദിവസം എന്തായിരിക്കും ആകാശത്തിന്റെ ആട്ടം? വൻഷഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ. സൂറത്തുൽ ഹാഖ. പരിശുദ്ധ ഖുർആൻ. വൻഷഖത്തിസ് സമാഉ, ആകാശം പൊട്ടിപ്പിളർന്നു. ഫഹിയ യൗമഇദിൻ വാഹിയ, അത് പൊട്ടിപ്പൊളിഞ്ഞ് ദുർബലമായി നിൽക്കുന്ന ദിവസം. ആകാശത്തിന്റെ ശക്തിയൊക്കെ ക്ഷയിച്ച് അത് പൊട്ടിപ്പൊളിഞ്ഞ് ഭൂമപടലം പോലെ തകർന്നടിഞ്ഞു നിൽക്കുന്ന ദിവസം. ഇതാണ് ഖിയാമത്ത് നാൾ. ഭൂമിയുടെ ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ മേലെ ഇന്ന് സൂര്യൻ ഉദിച്ചപ്പോ തലങ്കരക്കാരൻ ഒരു ദിവസം ചുരുങ്ങിയതൊരു 10 തവണ പറഞ്ഞു, എന്തൊരു ചൂടാ, എന്തൊരു ചൂടാ, നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആ സൂര്യനാണല്ലോ ഇവിടെ പകലുണ്ടാക്കിയത്. എന്നാൽ ഖുർആൻ പറയുന്നു, സൂര്യനെ അങ്ങ് ചുരുട്ടപ്പെട്ടാൽ വഖസഫൽ ഖമർ, ചന്ദ്രന് ഗ്രഹണവും ബാധിച്ചാൽ. സൂര്യനെ ചുരുട്ടപ്പെട്ടു, ചന്ദ്രന് പരിപൂർണ ഗ്രഹണവും ബാധിച്ചു. നക്ഷത്രങ്ങൾ ഓരോന്നോരോന്ന് പൊടിഞ്ഞ് താഴോട്ട് വീണു. ഇതൊക്കെ ഖുർആനാ. സൂര്യന് ഗ്രഹണമാണ്, ചന്ദ്രന് ഗ്രഹണമാണ്, നക്ഷത്രങ്ങൾ പൊടിഞ്ഞ് താഴോട്ട് വീഴാൻ തുടങ്ങി. സൂര്യനെയും ചന്ദ്രനെയും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ആ നില
നിലക്ക് ഭയാനകമായാൽ അന്ന് മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? വലിയ കേമന്മാരായി. ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ്, വേറൊരുത്തൻ യൂറോപ്പിന്റെ അധിപൻ, വേറൊരുത്തൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി, വേറൊരുത്തൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇങ്ങനെ വലിയ വലിയ കേമന്മാരായ ആളുകളുണ്ടല്ലോ. ആ ഖിയാമത്തിന്റെ ഭയാനകത വന്നാൽ ഭൂമിയുടെ അധിപന്മാരെവിടെ? ഭൂമിയുടെ നായകന്മാരെവിടെ? പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ലെന്ന് പല്ലവി പാടിയവനെവിടെ? കത്തിക്കൊണ്ടിരിക്കുന്ന ട്യൂബ്ലൈറ്റിന് ചുവട്ടിൽ വന്ന് ചത്തടിഞ്ഞ ഈ അമ്പാറ്റകളെ പോലെ മനുഷ്യനായിത്തീരും. കൽഫറാശിൽ മബ്സൂസ്, ചിതറപ്പെട്ട പാറ്റകളെ പോലെ മനുഷ്യൻ ചിതറി ചിതറി വീണ് കിടക്കുന്ന ദിവസമുണ്ട്. ആ ദിവസമാണ് ഖിയാമത്ത് നാൾ. അന്ന് മനുഷ്യന്റെ മുദ്രാവാക്യം ഒന്ന് മാത്രം. അന്ന് കൊടിയുടെ നിറത്തിന്റെ പേരിൽ തല്ലുണ്ടാവില്ല. അന്ന് മതങ്ങൾ തമ്മിൽ സംഘട്ടനമുണ്ടാവില്ല. അന്ന് രാഷ്ട്രീയക്കാർക്ക് വൈരാഗ്യമില്ല. എല്ലാവരും ഒരേ മുദ്രാവാക്യം ഏറ്റുപിടിക്കുന്ന ഒരു ദിവസമാണ് ചരിത്രത്തിലുള്ളത്. ഇന്ന് വെളുത്ത കൊടിക്കാരൻ ഒരു മുദ്രാവാക്യം, ചുവന്ന കൊടിക്കാരന് വേറൊരു മുദ്രാവാക്യം, പച്ചക്കൊടിക്കാരന് വേറൊരു മുദ്രാവാക്യം. എന്നാൽ ആ ഖിയാമത്ത് നാളിന്റെ അന്ന് എല്ലാവരും പറയുന്നത് ഒരേ മുദ്രാവാക്യം. ഐനൽ മഫറു, ഐനൽ മഫറു, ഐനൽ മഫർ. എവിടെയാ രക്ഷ? എങ്ങോട്ടാണ് രക്ഷ? അങ്ങോട്ടോടുമ്പോ അവിടെ പരാജയം, ഇങ്ങോട്ടോടുമ്പോ ഇവിടെ പരാജയം. കാട്ടുമൃഗങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ മനുഷ്യനെ കടിച്ചു കീറുന്ന സിംഹത്തിന് അന്ന് മനുഷ്യനോട് വൈരാഗ്യമില്ല. അതേപോലെ വിഷം തീറ്റുന്ന മൂർഖൻ പാമ്പിന് മനുഷ്യനോട് വൈരാഗ്യമില്ല. കാട്ടാനക്ക് മനുഷ്യനോട് വൈരാഗ്യമില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകയില്ല. എല്ലാവരുടെയും ചിന്ത ഐനൽ മഫർ, ഐനൽ മഫർ. എവിടെയാ രക്ഷ? എവിടെയാണ് രക്ഷ? അത്ര ഭയാനകമാണ് ഖിയാമത്ത് നാൾ. ഇനിയും എത്ര പറയാനുണ്ട്? നമുക്ക് അവിടെ നിർത്താം. ഇനി നമുക്ക് ചോദിക്കാം, എന്തിനാണ് ഖിയാമത്ത്? ഇത്ര മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഖിയാമത്ത് നാൾ? എന്തിനാണ് ഖിയാമത്ത് നാളിന്റെ ആവശ്യം? എന്താണ്? ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു 10 കൊല്ലം മുമ്പ് തളങ്കര ഇത്ര പുരോഗമിച്ചിട്ടില്ലല്ലോ. ഇന്ന് എത്ര പുരോഗമിച്ചു? ഇന്ന് എത്ര വളർന്നു നിങ്ങൾ? 10 കൊല്ലം മുമ്പ് ഇവിടെ ഒരു വാല് നടന്നിട്ടുണ്ടെങ്കിൽ അന്നിവിടെ വാല് പറഞ്ഞിട്ടുണ്ടാവുക എന്നെപ്പോലെയുള്ള അല്പജ്ഞാനികളായിരിക്കില്ല, മഹാന്മാരായ പണ്ഡിതന്മാരായിരിക്കും. എന്നാൽ അന്നവര് വാല് പറയാൻ വന്നപ്പോ അവരുടെ അടുത്തിതുപോലെ ഒരു ഫാന് നിങ്ങൾ വെച്ചുകൊടുത്തിരുന്നോ? അവർക്ക് ഇത്ര മനോഹരമായ ശബ്ദ സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നോ? അവർ പ്രസംഗിക്കുന്നതിന്റെ മേലെ ലാന്തർ വിളക്കല്ലേ കത്തിയത്, ട്യൂബ്ലൈറ്റ് കത്തിയിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അന്ന് അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ വളർന്നു. രാവിലെ ചായ കുടിക്കുന്നത് കണ്ടത്തിൽ നിന്ന്, ഉച്ചക്ക് ചോറ് തിന്നുന്നത് ദുബൈയിൽ നിന്ന്, വൈകുന്നേരം ചായ കുടിച്ചത് ഖത്തറിൽ നിന്ന്, പിറ്റേന്ന് രാവിലെ എത്തിയത് സ്വന്തം വീട്ടിലെ. അത്ര നിങ്ങൾ വളർന്നു. ടെക്നോളജികൾ വളർന്നു. ഇവിടെ വന്ന ഉമ്മമാർക്ക്, പഴയകാല ഉമ്മമാർക്കറിയാം, അടുപ്പിലൂടിയിട്ട് കബളിച്ചു വന്ന ഉമ്മമാരിവിടെയുണ്ട്. എന്നാൽ ഇന്നത്തെ പെൺകുട്ടികൾക്ക് അടുപ്പിലൂടാൻ അറിയില്ല. അവരുടെ അടുക്കളയിൽ അമ്മിയും അമ്മിക്കുട്ടിയുമില്ല. അവരുടെ അടുക്കളയുടെ നാലായലത്ത് പോലും ഒരലും ഒലക്കയുമില്ല. അവർക്ക് വെള്ളം കോരാൻ അറിയില്ല. അവർക്ക് അരിയിടിക്കാൻ അറിയില്ല. എല്ലാം ബട്ടണുകളിൽ പ്രവർത്തിക്കുന്ന അടുക്കളയിലെ പ്രിയപ്പെട്ട പുതിയ പെൺകുട്ടികളെ, ഈ മനോഹരമായ ഭൂമിയെ എന്തിനാണ് അല്ലാഹു നശിപ്പിച്ചു കളയുന്നത്? എന്തിനാണ് നശിപ്പിച്ചു കളയുന്നത്? ഇതൊക്കെ കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞന്മാർ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വൈദ്യുതി ബൾബ് കണ്ടുപിടിക്കാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് നശിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറയുന്നുണ്ട്. എന്തിനാണ് ഖിയാമത്ത് നാൾ? ഇന്നസ്സാഅത ആതിയതുൻ അകാദു ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. സൂറത്തു ത്വാഹാ.